MDA ഒരു നോക്ക് കാണണമെന്നുള്ള ആഗ്രഹം ബാക്കി വെച്ചാണ് കോഴിക്കോട് സിൽവർ ഹിൽ സ്കൂളിലെ പെൺകുട്ടികൾ സംഘനൃത്ത വേദിയിലേക്ക് കയറിയത്. ചേതനേറ്റ MDയുടെ കാൽ തൊട്ട് കണ്ണിൽ വെച്ച് നിറകണ്ണുകളോടെ മടങ്ങിയപ്പോഴും അവർ കരുതിയില്ല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ MD നിള എന്ന പേരിലുള്ള ഒന്നാം വേദിയിലാകും തങ്ങൾ സംഘനൃത്തം അവതരിപ്പിക്കുക എന്ന്. MT മാഞ്ഞുപോയ ആ ക്രിസ്മസ് രാത്രിയിലാണ് കോഴിക്കോട് സിൽവർ ഹിൽ സ്കൂളിലെ 10 കുട്ടികളും അവരുടെ ഗുരുനാഥനും MTയുടെ സിത്താര എന്ന വീട്ടിൽ കാത്തുനിന്നത്. കലോത്സവ വേദിയിൽ കയറുന്നതിന് മുൻപ് MDയെ ഒരു നോക്ക് കാണാനും അനുഗ്രഹം വാങ്ങാനും ആഗ്രഹിച്ചിരുന്നെങ്കിലും നടന്നില്ല. ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ സാറിനെ കാണാൻ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു, കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ നടന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഷോക്കായി. ഈ ടീം തന്നെ സ്റ്റേജിലേക്ക് സാറിന് ഒരു ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് എത്തുകയും വളരെ അധികം ഭാഗ്യമുണ്ട്. MTക്കുള്ള ആദരാഞ്ജലി കൂടിയാണ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചത്. ഓർമ്മദളങ്ങളിൽ അക്ഷരകാന്തിയാൽ ഇന്ദ്രജാലം തീർത്ഥമായ ദിനങ്ങളെ മഞ്ജുളരാഗവികാരഭാവങ്ങളെ ഉള്ളോർത്തിരിക്കുന്നു നാദവാഹക. നവംബറിൽ കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ MTയുടെ 3 തിരക്കഥകളെ ആസ്പദമാക്കിയുള്ള നൃത്തരൂപം അവതരിപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കാണാൻ കുട്ടികൾ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അന്ന് അദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിലായിരുന്നു. MTക്കും കലാമണ്ഡലം സരസ്വതിക്കുമൊപ്പം ഗുരുകുലത്തിലെന്ന പോലെ പഠനം നടത്തിയ നർത്തകനാണ് ഗുരുനാഥനായ വിനീത് മാഷ്. സഗൗരവം വാഴ്ക നിത്യം നമോ സ്തുതേ. സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു വിഷമം തന്നെയാണ്. പക്ഷേ അദ്ദേഹം മുകളിലിരുന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ടാവുമെന്നുള്ള ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നവംബറിലാണ് ഞങ്ങളുടെ ജില്ലാ കലോത്സവം വന്നത്. അപ്പോഴൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന് മുന്നിലൊന്ന് കളിച്ച് കാണണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുട്ടികളെ കൊണ്ട് കാണിച്ച ഒരു അനുഗ്രഹം വാങ്ങിക്കണം, ഇതൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എന്താ വിധി അതിന് ഞങ്ങളെ അനുവദിച്ചില്ല. ഞങ്ങളുടെ ഈ ഒരു നൃത്തം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കുട്ടികൾ സ്റ്റേജിൽ കയറിയപ്പോൾ വേദനയുടെ പൂക്കൾ അകലെ എവിടെയോ കണ്ണീർ പൊഴിക്കുന്നുണ്ടാകും. വശ്യമോഹവശങ്കരി ഇവൾ ഗൂഢരാഗവിലാസിനി രാജനീതി കവർന്ന നൊമ്പര പൂവിതൾ വൈശാലി. തിരുവനന്തപുരത്ത് നിന്നും സിറിലിനൊപ്പം അജീഷ് ജയകുമാർ, 24.